കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞത് വലിയ ദുര്യോഗമായെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പാർട്ടി ഒന്നായി നിലനിന്നിരുന്നെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ ഇന്നിതാകുമായിരുന്നില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ മാർക്സിസത്തിലേക്കൊരു ഇന്ത്യൻ വഴി എന്ന പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞ് പരിഹരിക്കാമായിരുന്നു. അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു എന്ന് പറയുന്നവരെ കുറ്റം പറയാനാകില്ല. കാരണം പാർട്ടി അത്രയും ശക്തമായി വളർന്നു വരുന്ന സാഹചര്യമായിരുന്നു അത്. വിപ്ലവം വാക്കിൽ മാത്രം പോരാ, ഭൗതിക സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി മനുഷ്യർ ശക്തിപ്പെടണം. അനുഭവമാണ് പാഠവും ഗുരുനാഥനും. നിലവിൽ ഇന്ത്യൻ ജനതയ്ക്ക് അത്തരമൊരു അനുഭവം വന്നിരിക്കുകയാണ്. ഇത് നേരിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ എന്ത് ഇത്ര വൈപല്യത്തോടെ വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ജാതി, മറ്റൊരു കാര്യം ഓരോ പ്രദേശത്തെയും ജീവിതം. മാത്രമല്ല, ഇന്ത്യൻ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മൾ ഒരു ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് ഇന്ത്യൻ ജനങ്ങളെ നയിക്കുന്നത്. ആ വിശ്വാസമാണ് അവരുടെ മനസ്സിലെല്ലാം ഉള്ളത്. അത് ശരിക്കും ആദ്യമായി കണ്ടറിഞ്ഞ ഒരു നേതാവാണ് മഹാത്മാഗാന്ധി. ബഷീർ വേദിയിൽ നടന്ന ചർച്ചയിൽ TV മധു, EN രാജൻ എന്നിവർ പങ്കെടുത്തു. MD വേദിയിൽ നടന്ന സാഹിത്യ മലയാളത്തിന്റെ പരിണാമം എന്ന പാനൽ ചർച്ചയിൽ കുര്യാസ് കുമ്പളക്കുഴി അധ്യക്ഷത വഹിച്ചു. SK വസന്തൻ, M തോമസ് മാത്യു, കാവുമ്പായി ബാലകൃഷ്ണൻ, P സുരേഷ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ.